എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ എപ്പോൾ നൽകാൻ സാധിക്കും, അതുപോലെ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, അതുപോലെ ആർക്കൊക്കെയാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിലവിൽ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ട ഡേറ്റ് വന്നിട്ടില്ല. അത് വരുന്ന സമയത്ത് വിദ്യാർത്ഥികളെ അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ചയോടെ തന്നെ നിങ്ങളുടെ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് വരികയാണെങ്കിൽ വിദ്യാർത്ഥികളെ ആ ഒരു വിവരം അറിയിക്കുന്നതായിരിക്കും. നിലവിൽ പ്രത്യേകിച്ച് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ അപേക്ഷ വന്നിട്ടില്ല. നിലവിൽ സ്പോർട്സ് കോട്ടയുടെ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള ആ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂൺ 25-നാണ് വരുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ചിലപ്പോൾ വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. നിലവിൽ അതിൻ്റെ ഒഫീഷ്യൽ ഡേറ്റ് കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങളോട് ഡേറ്റ് പറയാത്തത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ നോക്കാം. അതിനു മുമ്പായിട്ട് ആർക്കൊക്കെയാണ് അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾക്ക് HSCAP മുഖേന ഈ ഒരു SWS, അതായത് കാൻഡിഡേറ്റ് ലോഗിൻ SWS, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ MRS, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നിങ്ങനെയുള്ള ഇത്രയും ലിങ്കുകൾ വഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ട്രാൻസ്ഫറിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ സ്പോർട്സ് കോട്ടയാണ്. അതുപോലെ MRS എന്ന് പറഞ്ഞാൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളാണ്. അതുപോലെ തന്നെ SWS എന്ന് പറഞ്ഞാൽ ഈ ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം, അതായത് മെറിറ്റ് സീറ്റാണ്. അവിടെ ഈ ഒരു സീറ്റുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ പറ്റുക. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമായിരിക്കും കമ്മ്യൂണിറ്റി കോട്ട, അതായത് കമ്പ്യൂട്ടറിലെ കമ്മ്യൂണിറ്റി കോട്ട, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ട. അപ്പോൾ ഈ ഒരു കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് മറ്റൊരു സ്കൂളിലേക്ക് മാറാനോ അല്ലെങ്കിൽ കോഴ്സ് മാറാനോ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളിപ്പോൾ നിലവിൽ കമ്മ്യൂണിറ്റി കോട്ടയിലോ അതല്ല മാനേജ്മെൻറ്റ് കോട്ടയിലോ ആണ് അഡ്മിഷൻ നേടിയിട്ടുള്ളതെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് നിലവിലെ സ്കൂളിൽ തന്നെ വേറൊരു കോഴ്സിലേക്കാണ് മാറേണ്ടതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിനോട് പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂൾ മാറാൻ പറ്റില്ല, എന്നാൽ കോഴ്സ് മാറാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങളിപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിലോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ടയിലോ, അത് നിങ്ങൾ ഏത് കോട്ടയിലാണോ ഈ ഒരു നിലവിൽ അഡ്മിഷൻ നേടിയത് അതത് കോട്ടകളിൽ വിദ്യാർത്ഥികൾക്ക് വാക്കൻസി ഉണ്ട് എങ്കിൽ മറ്റൊരു കോഴ്സിലേക്ക് വേണമെങ്കിൽ മാറാം. എന്നാൽ സ്കൂൾ മാറാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾക്ക് കോഴ്സ് കോമ്പിനേഷൻ മാത്രമേ മാറാനായിട്ട് സാധിക്കുകയുള്ളൂ, അതായത് കോഴ്സ് മാത്രമേ മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ്, ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ പറ്റുമോ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ സാധാരണഗതിയിൽ ഫസ്റ്റ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാനായിട്ടുള്ള അനുമതി കൊടുക്കാറില്ല. അപ്പോൾ ഇത്തവണ ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു നിബന്ധന എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് അറിയില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു സർക്കുലർ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായി പോയാലും ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫറിന് നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ ആണ് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയിട്ടുള്ളതെങ്കിലും അത് പ്രത്യേകിച്ച് പ്രോബ്ലമില്ല. എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയവർക്ക് മാത്രമാണ് അത് പ്രോബ്ലമായിട്ടുള്ളൂ. സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് അതൊരു ഇഷ്യൂ അല്ല. നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ടുള്ള ഓപ്ഷനുകൾ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിച്ചാൽ എല്ലാവർക്കും ട്രാൻസ്ഫർ കിട്ടുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട്. ഒരിക്കലും കിട്ടാറില്ല. കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത സ്കൂളിലേക്കൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളിലേക്കോ ഇഷ്ടമില്ലാത്ത കോഴ്സിലേക്കോ ആണ് ഈ ട്രാൻസ്ഫർ കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ ഒഴിവാക്കാമെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ട്രാൻസ്ഫർ എങ്ങോട്ടാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് മാത്രം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. അതായത് എനിക്കിപ്പോൾ പഠിക്കാനായിട്ട് താല്പര്യം, അതായത് A എന്ന സ്കൂളിൽ എനിക്കിപ്പോൾ ഹ്യൂമാനിറ്റീസ് കിട്ടിയെന്ന് വിചാരിക്കുക. എനിക്ക് പഠിക്കാനായിട്ട് താല്പര്യം A എന്ന സ്കൂളിൽ എനിക്ക് ബയോളജി സയൻസ് ആണ് പഠിക്കാൻ താല്പര്യം. അതുപോലെ B എന്ന സ്കൂളിലും ബയോളജി സയൻസ് പഠിക്കാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഈ ഒരു രീതിയിലാണ്. A എന്ന സ്കൂളിൽ നിന്നും എനിക്ക് B എന്ന സ്കൂളിലെ ബയോളജി സയൻസിലേക്ക് ഞാൻ ഓപ്ഷൻ വെക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് A എന്ന സ്കൂളിൽ തന്നെ എനിക്ക് ബയോളജി സയൻസിലേക്ക് മാറണം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഞാൻ വെക്കേണ്ടത് ഈ ഒരു A എന്ന സ്കൂളിലെ ഹ്യൂമാനിറ്റീസിൽ നിന്നും A എന്ന സ്കൂളിൽ തന്നെ ബയോളജി സയൻസിലേക്കാണ് ഞാൻ ഓപ്ഷൻ വെക്കുന്നത്. അടുത്തതായിട്ടുള്ളത് A എന്ന സ്കൂളിലെ ഹ്യൂമാനിറ്റീസിൽ നിന്നും ബി എന്ന സ്കൂളിലെ ബയോളജി സയൻസിലേക്ക് B എന്ന സ്കൂളിലെ ബയോളജി സയൻസിലേക്ക് ഞാൻ ഓപ്ഷൻ വെക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഓപ്ഷൻ വെക്കേണ്ടത്. അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് ഏതാണോ, അതുപോലെ ഏത് സ്കൂളിലാണോ എനിക്ക് പഠിക്കാൻ താല്പര്യമുള്ളത് ആ ഒരു സ്കൂളിലേക്ക് മാത്രമാണ് ഞാൻ ട്രാൻസ്ഫറായിട്ട് ഓപ്ഷൻ വെക്കാവൂ. അതായത് ഇനിയിപ്പോൾ ഒരു ഉദാഹരണത്തിന് എനിക്കിപ്പോൾ പഠിക്കാൻ താല്പര്യം A എന്ന സ്കൂളിൽ ബയോളജി സയൻസ്, അതുപോലെ B എന്ന സ്കൂളിലും ബയോളജി സയൻസ് ആണെങ്കിൽ ഞാനിപ്പോൾ A എന്ന സ്കൂളിൽ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് ആദ്യം ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയത്. പിന്നീട് A എന്ന സ്കൂളിൽ ഞാൻ കൊമേഴ്സിലേക്ക് മാറിയിട്ട് അങ്ങനെ മാറാമെന്ന്
വെച്ചാൽ ഇങ്ങനെ ഒരിക്കലും വെക്കരുത്. ഒരു വിദ്യാർത്ഥി ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ആ ഒരു വിദ്യാർത്ഥിക്ക് ഒരു സ്കൂളിൽ ആണ് നിലവിൽ അഡ്മിഷൻ കിട്ടിയത്. അതായത് ഇപ്പോൾ എ എന്ന സ്കൂളിൽ നിന്ന് എടുക്കാം. എ എന്ന സ്കൂളിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് കൊമേഴ്സ് ആണ് കിട്ടിയത്. ആ ഒരു കുട്ടിക്ക് വേണ്ടത് മറ്റൊരു സ്കൂളിൽ കൊമേഴ്സ് പഠിക്കാനാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് ഇങ്ങനെ ഓപ്ഷൻ വെച്ചാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യം അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും മറ്റ് ട്രാൻസ്ഫർ വേണ്ട സ്കൂളിലേക്ക് ഹ്യൂമാനിറ്റീസ് വെക്കുന്നു. അതിനുശേഷം പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ആ ഒരു സ്കൂളിലെ ഹ്യൂമാനിറ്റീസിൽ നിന്നും ആ ഒരു സ്കൂളിൽ തന്നെ കൊമേഴ്സിലേക്ക് മാറുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓപ്ഷൻ വെക്കാമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയൊന്നും വെക്കരുത്. കാരണം നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണോ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് മാത്രമേ വിദ്യാർത്ഥി ഓപ്ഷൻ വെക്കാവൂ. ഇപ്പോൾ എനിക്കിപ്പോൾ എ എന്ന സ്കൂളിൽ ബയോളജി സയൻസ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് നിലവിൽ കിട്ടിയത് ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ എ എന്ന സ്കൂളിലെ ഹ്യൂമാനിറ്റീസിൽ നിന്നും എ എന്ന സ്കൂളിലെ തന്നെ ബയോളജി സയൻസിലേക്ക് നേരിട്ട് മാത്രമേ ഓപ്ഷൻ വെക്കാവൂ. അതായത് നിങ്ങൾക്ക് ഏത് കോഴ്സിലേക്കാണോ നിങ്ങൾ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് മാത്രമാണ് ട്രാൻസ്ഫർ ഓപ്ഷൻ വെക്കാവൂ. അല്ലാതെ ട്രാൻസ്ഫർ ആഗ്രഹിക്കാത്ത സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് വെക്കാനായിട്ട് പാടുള്ളതല്ല. അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആഗ്രഹിക്കാത്ത കോഴ്സിലേക്ക് നിങ്ങൾ ഓപ്ഷൻ വെക്കാൻ പാടില്ല. അപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു എത്ര ഓപ്ഷൻ വേണമെങ്കിൽ വെക്കാം. അത് 100 ഓപ്ഷൻ വേണമെങ്കിൽ 100 ഓപ്ഷൻസും നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാവുന്നതാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 100 ഓപ്ഷൻ വെച്ചു എന്നുള്ളതല്ല കാര്യം. നിങ്ങൾക്ക് ഏത് കോഴ്സ് പഠിക്കാനാണ്, ഏത് സ്കൂളിൽ പഠിക്കാനാണ് താല്പര്യം അതനുസരിച്ച് മാത്രമേ വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് വെക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു പഠിക്കാൻ താല്പര്യം എ എന്ന സ്കൂളിൽ എനിക്ക് ബയോളജി സയൻസ് ആണ്. എന്നാൽ എനിക്ക് നിലവിൽ കിട്ടിയത് ഹ്യൂമാനിറ്റീസ് ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്ന ആ ഒരു ഹ്യൂമാനിറ്റീസ് കിട്ടിയ ആ ഒരു സ്കൂളിൽ നിന്നും എ എന്ന സ്കൂളിൽ തന്നെ ബയോളജി സീറ്റിലേക്ക് മാറുന്നതിനായിട്ട് ഞാൻ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കും. അപ്പോൾ ഈ രീതിയിലാണ്, അതായത് നമ്മൾ നേരിട്ട് മാത്രമാണ് ഈ ഒരു രീതിയിൽ ഓപ്ഷൻ വെക്കാവൂ. അപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മുൻ വർഷം ഒരു വിദ്യാർത്ഥിക്ക് ആദ്യം കിട്ടിയത് ബയോളജി സയൻസ് ആയിരുന്നു. എന്നാൽ പിന്നീട് ആ ഒരു വിദ്യാർത്ഥിക്ക് മറ്റൊരു സ്കൂളിൽ ബയോളജി സയൻസ് പഠിക്കാനായിരുന്നു താല്പര്യം. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി ഓപ്ഷൻ വെച്ച സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയത് ബി എന്ന സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് ആണ്. അപ്പോൾ പിന്നീട് ആ ഒരു വിദ്യാർത്ഥി സെക്കൻഡ് ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷിച്ചു. ആ ഒരു വിദ്യാർത്ഥിക്ക് ബി എന്ന സ്കൂളിലേക്ക് ഈ ഒരു ബയോളജി സയൻസിലേക്ക് മാറുന്നതിനായിട്ട് നോക്കുമ്പോൾ ഇവിടെ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല. അത് കിട്ടാത്തത് കാരണം തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു ഹ്യൂമാനിറ്റീസിലാണ് അവിടെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ആ ഒരു സീറ്റ് തന്നെ അവിടെ തന്നെ നിലനിന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ട്രാൻസ്ഫറിന് അപേക്ഷിക്കും മുമ്പ് ട്രാൻസ്ഫറിന് നിങ്ങൾ അപേക്ഷിക്കേണ്ടതായിട്ടുണ്ടോ, അതുപോലെ തന്നെ ഏതൊക്കെ ഓപ്ഷൻ എനിക്ക് വെക്കണം, ഓപ്ഷൻ വെക്കുമ്പോൾ എനിക്ക് വേണ്ട ഓപ്ഷൻ മാത്രമല്ലേ വെച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേക്കൻസി ഇല്ലെങ്കിൽ കൂടി, അത് വേക്കൻസി നോക്കാതെ തന്നെ ട്രാൻസ്ഫറിനായിട്ടുള്ള ഓപ്ഷൻ വെക്കാം. വേക്കൻസി ലിസ്റ്റ് വെബ്സൈറ്റിൽ ആ ഒരു സമയത്ത് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഇനി എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കുക എന്നുള്ള കാര്യം നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് HSCAP വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അത് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതായത് ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഏത് കോട്ടയിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി നിലവിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുള്ളത്. ഇപ്പോൾ സ്പോർട്സ് കോട്ടയാണോ അല്ലെങ്കിൽ SWSY ഈ ഒരു മെറിറ്റ് സീറ്റിലേക്കാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത്. അപ്പോൾ ഏത് അപേക്ഷയിലൂടെയാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു അപേക്ഷയുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും മാത്രമേ കൊടുക്കാവൂ. അല്ലാതെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത ഒരു ആപ്ലിക്കേഷൻ്റെ ആ ഒരു ജില്ലയും അതുപോലെ സ്കൂളല്ല ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്താൽ ട്രാൻസ്ഫറിൻ്റെ ലിങ്ക് കാണില്ല. അപ്പോൾ എനിക്കിപ്പോൾ സ്പോർട്സ് കോട്ടയിലാണ് കിട്ടിയതെങ്കിൽ സ്പോർട്സ് കോട്ടയുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ ജില്ലയുമാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ മെറിറ്റ് സീറ്റിൽ, അതായത് SWS മുഖേന അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ ആ ഒരു മെറിറ്റ് സീറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയുമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും കൊടുത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ചിലപ്പോൾ OTP ചോദിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ചില സമയത്ത് ആ ഒരു ട്രാൻസ്ഫറിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം അപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്തായിരിക്കും OTP ചോദിക്കുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്താൽ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്ക് കാണാം. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ചില സമയങ്ങളിൽ ആ ഒരു സമയത്തായിരിക്കും OTP ചോദിക്കുക. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകുക, സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചിലപ്പോൾ നിങ്ങൾക്ക് അതായത് അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടിയ സ്കൂളിൻ്റെ ആ ഒരു കോഡും അതുപോലെ തന്നെ സ്കൂളിൻ്റെ പേരും അതുപോലെ തന്നെ ഏത് കോഴ്സാണെന്നുള്ള ഡീറ്റെയിൽസും ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി വരും. അതല്ലെങ്കിൽ നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് താഴെയായിട്ട് പിന്നീട് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാനുള്ള ഭാഗമാണ്. അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ നമ്പർ എത്രാമതായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കലി ലാസ്റ്റ് എന്നാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സ്കൂളാണ് വേണ്ടത് ആ സ്കൂളിൻ്റെ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ആ ഒരു സ്കൂളിലുള്ള കോഴ്സ്, ഏത് കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് മാറുന്നത് ആ ഒരു കോഴ്സ് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ആഡ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നൽകുന്ന ഓരോ ഓപ്ഷൻസും താഴെ ലിസ്റ്റഡ് ആയിട്ട്
ലിസ്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന ഓരോ ഓപ്ഷൻ്റെ നേരെയും ഈ ഒരു രീതിയിൽ എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാകും, അതുപോലെ തന്നെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അത് എഡിറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ വെച്ചിട്ടുള്ള ഓരോ ഓപ്ഷൻസും ഇതേ രീതിയിൽ തന്നെ അത് താഴെ ലിസ്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ വന്നതിൽ ഏതെങ്കിലും ഓപ്ഷൻ വേണ്ട എന്നാണെങ്കിൽ അതിൻ്റെ ഡിലീറ്റ് ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യുക. അതുപോലെ എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ആഗ്രഹിച്ച് നിങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സ്കൂളും കോഴ്സും നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നൽകാം. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും മാറുമെന്ന് ഉറപ്പുള്ള സ്കൂളും കോഴ്സും മാത്രമേ ഈ ഒരു രീതിയിൽ ഓപ്ഷൻസ് ആയിട്ട് വെക്കാവൂ. അപ്പോൾ നിങ്ങളങ്ങനെ എല്ലാവിധ ഓപ്ഷൻസും നൽകി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം നിങ്ങൾ അവസാനം ഫൈനൽ ഡിക്ലറേഷൻ ബട്ടൺ ഉണ്ടാകും. അപ്പോൾ അതിൽ ടിക്ക് ചെയ്യുക. അതിൽ ടിക്ക് ചെയ്ത ഒരു തവണ കൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടാത്ത സ്കൂളോ അല്ലെങ്കിൽ വേണ്ടാത്ത കോഴ്സോ അതായത് ഓപ്ഷൻ നൽകിയപ്പോൾ മാറിപ്പോയിട്ടില്ല എന്നുള്ളതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് എല്ലാം ഉറപ്പുവരുത്തി യാതൊരു തെറ്റും ഇല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ ഡിക്ലറേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒന്നും കൂടി വെരിഫൈ ചെയ്യുക എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടോ, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഓപ്ഷനുകളിൽ ഏതെങ്കിലും വേണ്ടാത്തതുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. ഇതൊക്കെ ഉറപ്പുവരുത്തി വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തിയ ശേഷം മാത്രം പിന്നീട് ഡിക്ലറേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫൈനൽ കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്യുന്നതോടുകൂടി വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയി. പിന്നീട് എഡിറ്റ് ചെയ്യാനായിട്ട് ഒരു അവസരം ഉണ്ടായിരിക്കുന്നില്ല. ട്രാൻസ്ഫർ അപേക്ഷയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനോ ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ഡിലീറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനോ സാധിക്കുന്നതല്ല. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ ട്രാൻസ്ഫറിൻ്റെ അപേക്ഷ ഇനി ഏകദേശം ഒരു 2 ദിവസങ്ങൾക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് HSCAP വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ നേരത്തെ ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കുമ്പോൾ നൽകിയ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് അതുപോലെ തന്നെ ജില്ല എന്നിവ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. അപ്പോൾ അതിനുശേഷം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ പ്രൊഫൈൽ പേജ് നോക്കുന്ന സമയത്ത് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ആ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോട്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ കൺഗ്രാജുലേഷൻസ് യു ഹാവ്, അതായത് ഈ ഒരു കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ട്രാൻസ്ഫർ അലോട്ട് റിസൾട്ട് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ആ ഒരു അലോട്ട്മെൻറ്റ് എവിടെയാണ് ഏത് സ്കൂളാണ് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ള കാര്യം പറയാം. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു പേജിൽ തന്നെ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ഓപ്ഷൻ നൽകുന്ന ആ ഒരു സ്കൂൾ അതുപോലെ തന്നെ കോഴ്സുകളിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണ്, ലാസ്റ്റ് റാങ്ക് എത്രയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ കിട്ടിയ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിലവിലെ സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് മാറ്റം കിട്ടിയതെങ്കിൽ, അതായത് എനിക്കിപ്പോൾ ആദ്യം ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയത്, പിന്നീട് എനിക്ക് കമ്പ്യൂട്ടർ സയൻസിലേക്ക് മാറ്റം കിട്ടിയെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ വല്ല ഫീസ് ഉണ്ടെങ്കിൽ അത് അടച്ചാൽ മതിയാകും. അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടിയ ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് മാറേണ്ടതാണ്. അതുപോലെ തന്നെ നിലവിലെ സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്കോ അതല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്കോ, അതായത് മറ്റൊരു സ്കൂളിലേക്കോ അതല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്കോ അല്ല മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ, അതായത് നിങ്ങൾക്ക് നിലവിലെ സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ ആണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ ആ ഒരു സീറ്റിൽ നിന്നും നിങ്ങളുടെ അഡ്മിഷൻ ഓട്ടോമാറ്റിക്കലി റദ്ദായതുകൊണ്ട് തന്നെ പുതുതായിട്ട് ഏത് സ്കൂളിലേക്കാണോ അല്ലെങ്കിൽ ഏത് സ്കൂളിൽ ഏത് കോഴ്സിലേക്കാണോ കിട്ടിയത് അതനുസരിച്ച് വിദ്യാർത്ഥികൾ ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയാൽ മാറണമെന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് അനുവദിക്കുന്ന സമയത്ത്, അതായത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് അനുവദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഇവിടത്തെ റദ്ദ് ചെയ്ത് ഇവിടേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ തന്നു എന്ന് വിചാരിക്കാം. തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആദ്യത്തെ സീറ്റിലേക്ക് അവിടെ വേക്കൻസി 1 എന്ന് വരും. അപ്പോൾ അവിടേക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന ഒരു വിദ്യാർത്ഥി ആ ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു സീറ്റിലേക്ക് അഡ്മിഷൻ നൽകുകയാണ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷിക്കുക. കാരണം ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും അത് ഡിലീറ്റ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ സാധിക്കുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ചയോടെ തന്നെ ട്രാൻസ്ഫറിൻ്റെ അപേക്ഷ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.